ഇന്റർനാഷണൽ ബിസിനസ് ലോകത്ത് എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു സാധാരണക്കാരൻ ബിസിനസ് ചെയ്യുമ്പോൾ റിസ്ക് എടുക്കുന്നു, എന്നാൽ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലീഡർ ബിസിനസ് ചെയ്യുമ്പോൾ ട്രെൻഡ് തന്നെ സൃഷ്ടിക്കുന്നു. ഈ വാചകം ഇന്ന് ലോകത്ത് മറ്റാരെക്കാളും നന്നായി ചേരുന്നത് ഒരേ ഒരു വ്യക്തിക്കാണ്, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ആസ്തിയിൽ ഉണ്ടായ വമ്പൻ കുതിച്ചുചാട്ടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. US ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട 927 പേജുള്ള ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒരു വർഷം മാത്രം ട്രംപ് നേടിയത് $2.2 ബില്യൺ അധികമാണ്. അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ട്രംപ് തന്റെ ജീവിതകാലം മുഴുവൻ കെട്ടിപ്പടുത്ത റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തെക്കാൾ കൂടുതൽ പണം ഇപ്പോൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ഡിജിറ്റൽ മണി അഥവാ ക്രിപ്റ്റോ കറൻസിയാണ്. പക്ഷേ ഈ വമ്പൻ നേട്ടത്തിന് പിന്നാലെ കടുത്ത അഴിമതി ആരോപണങ്ങളും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളും ട്രംപിനെ തേടിയെത്തുന്നുണ്ട്. ട്രംപ് കോടികൾ വാരിയപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ച് പണം മുടക്കിയ സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സിന് വൻ തുക നഷ്ടമായി എന്നാണ് പുതിയ ആക്ഷേപം. എന്താണ് ഈ ഒരു വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ വിവാദം? ട്രംപിന്റെ ഈ ക്രിപ്റ്റോ സാമ്രാജ്യത്തിന്റെ ഇൻസൈഡ് സ്റ്റോറി നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കെല്ലാം അറിയാം, പതിറ്റാണ്ടുകളായിട്ട് ട്രംപ് എന്ന പേര് അടിവരയിടുന്നത് വലിയ ആഡംബര ഹോട്ടലുകളിലൂടെയും റിയൽ എസ്റ്റേറ്റ് ഡീലുകളിലൂടെയുമാണ്. എന്നാൽ പുതിയ ഫെഡറൽ ഫയലിംഗ് അനുസരിച്ച് ട്രംപിന്റെ പരമ്പരാഗത ബിസിനസ്സുകളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ക്രിപ്റ്റോ ബിസിനസ് മുന്നേറുന്നു. കഴിഞ്ഞ വർഷം മാത്രം ക്രിപ്റ്റോ വെഞ്ചറുകളിൽ നിന്ന് $1.2 ബില്യൺ ട്രംപിന്റെ കമ്പനികളിലേക്ക് എത്തിയത്. ഇതിലൂടെ ഫോബ്സിന്റെ പുതിയ കണക്ക് പ്രകാരം ട്രംപിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് $2.3 ബില്യണിൽ നിന്നും ഒറ്റയടിക്ക് $6 ബില്യൺ ആയി ഉയർന്നിരിക്കുകയാണ് എന്നാണ്. അമേരിക്കയെ ലോകത്തിന്റെ ക്രിപ്റ്റോ ക്യാപിറ്റൽ ആക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന ക്രിപ്റ്റോ ഫ്രണ്ട്ലി പോളിസികൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണമായത്. ഇതിൽ പ്രധാനമായും 2 കമ്പനികളാണ് ട്രംപിന് പണമഴ പെയ്ച്ചതെന്ന് പറയണം. ഒന്ന്, ട്രംപ് കുടുംബത്തിന്റെ സ്വന്തം ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് പ്ലാറ്റ്ഫോമായ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ WLF. ഇതിന്റെ ഗവർണൻസ് ടോക്കൺ വിൽപ്പനയിലൂടെ മാത്രം ലഭിച്ചത് $500 മില്യൺ അധികമാണ്. ഇനി രണ്ടാമത്തേത്, ട്രംപിന്റെ മുഖം പതിപ്പിച്ച സുവനീർ അല്ലെങ്കിൽ മീം കോയിനുകൾ വിറ്റഴിച്ച CIC ഡിജിറ്റൽ LLC എന്ന കമ്പനിയാണ്. ഇതിൽ നിന്ന് മാത്രം $600 മില്യൺ അധികമാണ് ട്രംപ് സ്വന്തമാക്കിയത്. കേൾക്കുമ്പോൾ വലിയൊരു സക്സസ് സ്റ്റോറി ആയിട്ട് തോന്നാം അല്ലെ? എന്നാൽ ഇവിടുത്തെ കറുത്ത വശം എന്താണ് എന്ന് വെച്ചാൽ, ട്രംപ് കോടികളുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി സുരക്ഷിതനായപ്പോൾ അദ്ദേഹത്തിന്റെ പേര് കണ്ട് ഈ ടോക്കണുകൾ വാങ്ങിക്കൂട്ടിയ സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ഉദാഹരണത്തിന്, ട്രംപിന്റെ ഫേസ് വെച്ചുള്ള മീം കോയിൻ വിപണിയിൽ ഇറങ്ങിയ സമയത്ത് അതിന്റെ വില ഏകദേശം $74 വരെ ഉയർന്നിരുന്നു. എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം ഇതിന്റെ മൂല്യം വെറും $1.68 കുത്തനെ ഇടിഞ്ഞു. അതായത് ഏകദേശം 80% ഇടിവാണിത്. ഇതിനെതിരെ കാലിഫോർണിയ ഗവർണറായ ഗാവിൻ ന്യൂസം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ട്രംപ് കൂടുതൽ ധനികനായപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിപ്റ്റോ ആരാധകർക്ക് കിട്ടിയത് റഗ് പൂൾ അഥവാ വഞ്ചന മാത്രമാണ് എന്നാണ് അവരുടെ ആരോപണം. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓഹരികൾ പോലെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഒന്നും തരാത്ത വെറും വോട്ടിംഗ് പവർ മാത്രം തരുന്ന ഇത്തരം ടോക്കണുകൾ ജനങ്ങൾക്ക് വിറ്റ് ട്രംപ് വൻ ലാഭമുണ്ടാക്കി എന്നാണ് വിമർശകർ പറയുന്നത്. കഥ ഇവിടെയും തീരുന്നില്ല. ഈ റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായ അധ്യായം മറ്റൊന്നാണ്, അതാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ എന്ന പദവിയും സ്വന്തം ബിസിനസ് താല്പര്യങ്ങളും തമ്മിൽ ഇവിടെ എങ്ങനെയാണ് കൂട്ടിമുട്ടുന്നത് എന്ന് ഈ ഒരു 927 പേജുള്ള രേഖകൾ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള ബിസിനസ്സുകളും വൻതോതിൽ വളർന്നു. UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ പുതിയ പ്രൊജക്ടുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് റോയൽറ്റി ആയിട്ട് ട്രംപിന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. സെനറ്റർ എലിസബത്ത് വാറന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉന്നയിക്കുന്ന ഒരു ഗുരുതരമായ ആരോപണം എന്താണെന്ന് വെച്ചാൽ, അബുദാബിയിലെ ഒരു റോയൽ ഫണ്ട് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിൽ ഏകദേശം $500 മില്യൺ നിക്ഷേപം നടത്തിയതിന് തൊട്ടു പിന്നാലെ UAEക്ക് അനുകൂലമായ പല സുപ്രധാന തീരുമാനങ്ങളും, ഉദാഹരണത്തിന് AI ചിപ്പ് എക്സ്പോർട്ട് പെർമിഷൻ ഒക്കെ ട്രംപ് ഭരണകൂടം എടുത്തു എന്നാണ്. ഇത് പണം വാങ്ങി ആനുകൂല്യം നൽകുന്ന പേ ടു പ്ലേ രീതിയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ വക്താക്കൾ ഈ ആരോപണങ്ങളെ എല്ലാം പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. എല്ലാ തീരുമാനങ്ങളും അമേരിക്കൻ ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. ഇനി രസകരമായ മറ്റൊരു കാര്യം കൂടി പറയാം. ട്രംപ് പണമുണ്ടാക്കുന്നത് ക്രിപ്റ്റോയിലൂടെയും റിയൽ എസ്റ്റേറ്റിലൂടെയും മാത്രമല്ല. തന്റെ പേര് വച്ചിറക്കുന്ന എന്ത് സാധനവും വിറ്റഴിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് പറയണം. കഴിഞ്ഞ വർഷം ട്രംപ് ബ്രാൻഡഡ് വാച്ചുകളുടെ വിൽപ്പനയിലൂടെ മാത്രം അദ്ദേഹത്തിന് ലഭിച്ചത് $4.7 മില്യൺ. ഇതുകൂടാതെ ട്രംപ് ബ്രാൻഡഡ് ബൈബിളുകൾ
സ്നീക്കർ ഷൂസ്, പെർഫ്യൂംസ് എന്നിവയിലൂടെയും ലക്ഷക്കണക്കിന് ഡോളർ വരുമാനമായിട്ട് ഈ പ്രസിഡന്റിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു ബിസിനസ് മോഡൽ ഇതാദ്യമായിട്ടാണ് ലോകം കാണുന്നത്. വലിയൊരു ബിസിനസ് സാമ്രാജ്യം സ്വന്തമായിട്ടുള്ള ഒരാൾ രാജ്യത്തിന്റെ ഭരണതലപ്പത്ത് വരുമ്പോൾ ഇത്തരം ബിസിനസ് ഡീലുകളും വിവാദങ്ങളും സ്വാഭാവികമാണ്. ട്രംപ് പറയുന്നത് താൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെയും പുതിയ സാങ്കേതിക വിദ്യയുടെയും കുതിച്ചുചാട്ടം കൊണ്ട് നേട്ടമുണ്ടാക്കി എന്നാണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ബിസിനസ് താൽപര്യങ്ങൾ രാജ്യത്തിന്റെ വിദേശ നയങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും ശക്തമായി അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.